നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഉത്തര കൊറിയൻ ഏകാധിപതിയായ കിം ജോങ് ഉൻ എന്ത് രീതിയിലുള്ള വിരട്ടലാണ് നടത്തിയത്? ഇറാനെ ഇനിയും ആക്രമിക്കാനുള്ള രാഷ്ട്രീയ നീക്കം ഡൊണാൾഡ് ട്രംപ് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. തൻ്റെ നാട്ടിൽ താനാണ് കേമൻ എന്ന് പറഞ്ഞ് ഷൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇറാനെ ഉപദ്രവിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് കിം ജോങ് ഉൻ വ്യക്തമാക്കിയിരിക്കുന്നു. ആണവായുധ പരീക്ഷണങ്ങൾ പലതും രഹസ്യമായി നടത്തുന്നതിൻ്റെ റിപ്പോർട്ടുകൾ പലപ്പോഴും ഉത്തര കൊറിയ എന്ന രാഷ്ട്രത്തിനെ വളരെയധികം ലോക രാഷ്ട്രങ്ങളുടെ മധ്യയിൽ വലിയ ഒരു സംഭവബഹുലമായ ചലനശേഷി ഉണ്ടാക്കുന്നുണ്ട്. ഉത്തര കൊറിയയുടെ ആക്രമോത്സുകത എത്രത്തോളം ഭയാനകമാണ്, ഭീകരമാണ് എന്നുള്ളത് ഏറെക്കുറെയൊക്കെ അമേരിക്ക മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടം കൂടിയാണ്. തിരിച്ചടിക്കാൻ ഇറാൻ ആവുന്നത്ര ശ്രമിക്കുമ്പോഴും അതിനൊരു മയമുണ്ട്. അതായത് അമേരിക്കയുടെ സാധാരണ കേന്ദ്രങ്ങളെയൊന്നും ആക്രമിക്കുന്നില്ല, ആൾ താമസമുള്ളിടത്തേക്കുമല്ല ആക്രമിക്കുന്നത്. നിലവിലെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ എയർബേസുകളാണ് തകർത്തത്. അമേരിക്ക ഇറാൻ്റെ കപ്പൽ തകർത്തതിനും ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ലക്ഷ്യം പാർത്ത് നങ്കൂരമിടുന്നതിനും ചുട്ട മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്ന ശക്തമായ പോരാട്ടം അത് ഏത് രാജ്യങ്ങളെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തുകയാണ്. യൂറോപ്യൻ യൂണിയനെ ആകെ വെട്ടിലാക്കിയിരിക്കുന്നു. അവർ ചർച്ചയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു. റഷ്യ പറയുന്നത് ഇറാനോട് ഒരു രീതിയിലും അനങ്ങണ്ട, നിങ്ങൾ നിങ്ങളുടെ നയങ്ങളുമായി തുടരുക തന്നെ ചെയ്യണം, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തു തന്നെയായിരുന്നാലും അതിന് 10 മടങ്ങ് പിന്തുണയോടെ റഷ്യയും ചൈനയും കൂടെ നിൽക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇറാൻ്റെ എയർപോർട്ടുകൾ, ഇറാൻ്റെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പല സംവിധാനങ്ങളെയും തകർക്കുന്നു. ഇസ്രായേലിലെ സെക്യൂരിറ്റി സംവിധാനങ്ങളിലേക്ക് ഇറാൻ്റെ നുഴഞ്ഞുകയറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇറാൻ്റെ അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ അയൺ ഡോമുകളെല്ലാം ഭേദിച്ചുകൊണ്ടുള്ള നീക്കം, വലിയ രീതിയിലുള്ള സ്ഫോടനാത്മക പരമ്പര തന്നെ ഇറാൻ നടത്തുന്നു എന്നതും ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ ഞെട്ടലിലേക്ക് ആഴ്ത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ യുദ്ധത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ എന്തൊക്കെ ശ്രമമാണ് നടത്തേണ്ടത് എന്ന് മനസ്സിലാക്കി അമേരിക്ക ഇറാൻ്റെ ഊർജ കേന്ദ്രങ്ങളെ 10 ദിവസത്തേക്ക് ആക്രമിക്കില്ല എന്ന് പറഞ്ഞിട്ടും ഒരു കൂസലുമില്ലാതെ തന്നെ, ഇതിലൊന്നും ഒരു രീതിയിലും വില കൽപ്പിക്കാതെ, വില കൊടുക്കാതെ ഇറാൻ ആക്രമണ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയ്ക്ക് കണ്ടു നിൽക്കാനേ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. നോക്കി, ഇത്രയധികം ആയുധ ബലമോ സൈനിക ബലമോ ഒന്നുമല്ല പ്രധാനം, മനോവീര്യമാണ് പ്രധാനം. യുദ്ധത്തിന് പുറപ്പെടുന്ന ഒരു രാജ്യം വർദ്ധിത മനോവീര്യത്തോടെ നിന്നാൽ അത് തകർക്കുക, ഭേദിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയെന്ന് വ്യക്തമാവുകയാണ്.